കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഏരൂർ പഞ്ചായത്തിലെ 15, 16, 17 വാർഡുകളായ ആലഞ്ചേരി, തൃക്കോയിക്കൽ, പാണയം വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെ പാതകളിലേക്ക് വളർന്നിറങ്ങിയ കാടുകൾ നീക്കം ചെയ്യുകയും ഇവിടെ കോൺക്രീറ്റ് പാതയോട് ചേർന്ന് ഐറിഷ് വർക്ക് ചെയ്തു നൽകുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ നൽകിയ വാക്ക് പാലിച്ചു. പ്രദേശത്ത് 2 പേർ പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് നാട്ടുകാർക്ക് ഇത്തരത്തിലൊരു വാക്ക് നൽകിയത്. 4,20,000 രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിലെ പ്രവൃത്തികൾക്ക് അനുമതി നൽകുകയും ടെൻഡർ സ്വീകരിച്ചുകൊണ്ട് പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിൽ നിന്നുമാണ് വലിയ രീതിയിൽ കാടുകൾ പാതയിലേക്ക് വളർന്നിറങ്ങുന്നത്. വയോധികൻ പാമ്പ് കടിയേറ്റ് മരിക്കുകയും പിന്നാലെ പാമ്പ് പിടിക്കാൻ എത്തിയയാളും പാമ്പ് കടിയേറ്റ് മരിക്കുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് പാതയോരങ്ങളിലെ കാട് നീക്കം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയത്. വിമർശനങ്ങളും വിവാദങ്ങളും സൃഷ്ടിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ സംരക്ഷണ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത്, വൈസ് പ്രസിഡന്റ് വി രാജി എന്നിവർ പറഞ്ഞു. 15, 16 വാർഡുകളുടെ അതിർത്തിയായ തെക്കേവേൽ പ്രദേശത്ത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുന്നേ പാമ്പ് കടിയേറ്റ് 2 പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് ഗ്രാമപഞ്ചായത്ത് നൽകിയ ഉറപ്പാണ് ഈ പ്രദേശത്തെ റോഡിൻ്റെ ഇരുഭാഗങ്ങളും അടിയന്തരമായി പൈസ അനുവദിച്ചുകൊണ്ട് കാട് പൂർണ്ണമായി ഒഴിവാക്കി ഐറിഷിംഗ് നടത്തുമെന്ന്. അത് ഗ്രാമപഞ്ചായത്ത് ഇന്ന് പ്രാബല്യത്തിലാക്കിയാണ്. 4,20,000 രൂപ മുടക്കി നമ്മുടെ ഈ 2 സൈഡുകളും പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുന്നുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നു. അന്ന് ഒട്ടനവധി വിമർശനങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. നമ്മൾ ഇത്തരത്തിൽ ഇടപെടുന്നില്ല, ഗ്രാമപഞ്ചായത്ത് ഇടപെടുന്നില്ല എന്നൊക്കെ. എന്നാൽ വളരെ അടിയന്തരമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഈ പ്രദേശത്തെ, ഈ കോളനി പ്രദേശത്തെ ഈ ഭാഗം പൂർണ്ണമായി ഐറിഷ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആ പണി ആരംഭിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പറഞ്ഞ വാക്ക് 100% പാലിച്ചിരിക്കുകയാണ്. ഇരുവരും നേരിട്ടെത്തി പ്രവൃത്തികൾ വിലയിരുത്തുകയും ചെയ്തു. നാട്ടുവാർത്ത, ഏരൂർ.